നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നിമിഷപ്രിയ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ച സംഭവത്തിൽ ദലാലിന്റെ കുടുംബത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കമന്റ് ഇടുന്നവർക്കെതിരെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നിയമസമിതി കൺവീനർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെ: വധശിക്ഷ ഒഴിവാക്കാനും മോചനം സാധ്യമാക്കാനും ഇനിയും അനേകം കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹോദരന്റെ ബന്ധുമിത്രാദികളുടെയും സ്നേഹിതരുടെയും വേദന നാം ഊഹിക്കുന്നതിലും അപ്പുറമാണ്. നീണ്ട 8 വർഷക്കാലം അവർ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ വിജയമാണ് ഈ വധശിക്ഷ. അവരുടെ സഹോദരന്റെ രക്തത്തിന് പകരം അവർക്ക് ലഭിച്ച നീതി. അതിലാണ് നാം വിട്ടുവീഴ്ചയും ക്ഷമയും ചോദിക്കുന്നത്. ഒരിക്കലും അത് നമ്മുടെ അവകാശമല്ല. കരുണാർദ്ദമായ മനസ്സിന്റെയും സ്വഭാവ മഹിമയുടെയും ഉടമകളായ യമനികളുടെ ഔദാര്യമാണ് നാം യാചിക്കുന്നത്. ഇത്രയും സങ്കീർണമായ ഒരു കേസിൽ കുടുംബവുമായി അനുനയ ചർച്ചകൾ നടത്തി മാപ്പ് നൽകാൻ സന്നദ്ധരാക്കുക എന്നത് നിസ്സാരമായ ഒരു ഉദ്യമമല്ല. അങ്ങേയറ്റം ശ്രമകരമായ ദൗത്യമാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് അവ ഏകോപിക്കൽ ദുഷ്കരമാണ് എന്നും നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണല്ലോ. ഈ പരിശ്രമങ്ങൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല എന്നത് നാം ഉൾക്കൊള്ളണം. ഗ്രൗണ്ട് റിയാലിറ്റി നാം ഫേസ്ബുക്കിൽ കാണുന്നതല്ല എന്നും സുഭാഷ് ചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതുപോലെ ഗാന്ധപുരം വിരോധ ശ്വാസവുമായി കൊണ്ടു നടക്കുന്നവരെ എന്തെങ്കിലും ബോധ്യപ്പെടുത്താനാകുമെന്ന് കരുതുന്നില്ല. ചന്ദ്രനെ പിളർത്തി കാണിച്ചപ്പോഴും ബോധ്യപ്പെടാത്ത അബൂജഹലുമാരുടെ മുന്നിൽ മറ്റാർക്കും ലഭിക്കാത്ത വിധിയുടെ പകർപ്പുമായി വന്ന ഉസ്താദിനെ ബോധ്യപ്പെടുത്തുന്നവർ ഒന്നുമല്ലല്ലോ. അവരെ ബോധ്യപ്പെടുത്തലും പിന്തുണ വാങ്ങലും അല്ല നമ്മുടെ ലക്ഷ്യം. ദയവ് ചെയ്ത് പ്രബുദ്ധ മലയാളികളും മാധ്യമങ്ങളും അല്പം ജാഗ്രത കാണിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ആക്ടിവിസ്റ്റുകളെ, സോഷ്യൽ മീഡിയ ഇടപെടുന്ന സഹോദരങ്ങളെ, നിമിഷപ്രിയ കേസിൽ ഗാന്ധപുരം ഉസ്താദിന്റെ ഇടപെടലിലൂടെ നിലവിലുണ്ടായിട്ടുള്ളത് വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുന്ന നടപടി മാത്രമാണ്. ശിക്ഷ നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഉസ്താദിലൂടെ ലഭിച്ച ആ ഒരു ഉത്തരവ് വലിയ ആശ്വാസം തന്നെയായിരുന്നു. പക്ഷേ വധശിക്ഷ ഒഴിവാക്കാനും മോചനം സാധ്യമാക്കാനും ഇനിയും അനേകം കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഹോദരന്റെ ബന്ധുമിത്രാദികളുടെയും സ്നേഹിതന്മാരുടെയും ഒരു വേദന നാം ഊഹിക്കുന്നതിലും അപ്പുറമാണ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കാണുന്ന ബഹളങ്ങളുടെയും തർക്കങ്ങളുടെയും പിന്നാലെ പോയി ഇല്ലാത്ത തടസ്സങ്ങൾ നമ്മളായി ഉണ്ടാക്കരുത്. മലയാളത്തിലെ പ്രമുഖരായ 2 മാധ്യമങ്ങളുടെ പ്രവർത്തനം പലപ്പോഴും ഈ നിലയിലായി പോകുന്നുണ്ട്. സ്വാഭാവികമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന യമനിലെ സഹോദരങ്ങളുടെ ഫേസ്ബുക്ക് കമന്റുകളിലും ഇൻബോക്സുകളിലും പോയി എരിതീയിൽ എണ്ണയൊഴിച്ച് കൊടുക്കുന്നവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ശരിയായ നിയമപ്രകാരം ആരുടെ സമ്മതമാണോ നമുക്ക് ആവശ്യമുള്ളത് അവരെല്ലാം ചർച്ചകൾ നമ്മോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ഉപാധികളുടെ കാര്യത്തിൽ മാത്രമേ അന്തിമ തീരുമാനമാകാനുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ നമ്മെ തേടിയെത്തും. ക്ഷമയോടെ കാത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും അതിന്റെ ഫലങ്ങളും അറിയിക്കേണ്ടവരെ അതാത് സമയം ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിക്കുന്നുണ്ട്.